സാന്റിയാഗോയെ ഓർമ്മയില്ലേ? ഒരു ചെറു തോണിയിൽ കടലിൽ പോയി ഒരു കൂട്ടം സ്രാവുകളോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി ഒടുവിൽ വിജയിയായി തിരിച്ചെത്തിയ ആ കിഴവന് അതിജീവനത്തിന്റെ എക്കാലത്തെയും മാതൃകയായി ലോകം അംഗീകരിച്ച ഹെമിംഗ്വേയുടെ മറക്കാനാവാത്ത ആ കഥാപാത്രം ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന ലോകപ്രസിദ്ധ നോവലിലെ അനശ്വര കഥാപാത്രം. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളും കടപൊരുതി വിജയിച്ച ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച മഹാനായ എഴുത്തുകാരൻ അധികം താമസിയാതെ വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. ആൾ ചില്ലറക്കാരനല്ല. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം, പത്രപ്രവർത്തനത്തിനുള്ള പുലിസ്റ്റർ അവാർഡ് എന്നിവ വാരിക്കൂട്ടിയ അതുല്യ പ്രതിഭ. അനശ്വര സംഗീതം കൊണ്ട് ലോകത്തെ വിരുന്നൂട്ടിയ ബിഥോവൻ അവസാന കാലത്ത് ആര് വെള്ളം കൊടുത്താലും കുടിക്കില്ലായിരുന്നു. വിഷമുണ്ടോ എന്ന് പേടിച്ച് തന്നെ കൊല്ലാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്ന ബേജാറിലായിരുന്നു മരിക്കും വരെ അദ്ദേഹം. നന്നേ ചെറുപ്പത്തിൽ കേൾവി നഷ്ടപ്പെട്ടിട്ടും അടിയുറച്ച ആത്മവിശ്വാസം കൊണ്ട് ലോകത്തിന്റെ സംഗീത സാമ്രാട്ടായി മാറിയ ഒരാളാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കുക. ലോകം കൈകൂപ്പുന്ന ആത്മവിശ്വാസത്തിന്റെ ആൾരൂപങ്ങളായി നാം ആദരിക്കുന്ന പല മഹാന്മാർക്കും ബൈപോളാർ ഡിസോർഡർ ഉണ്ടായിരുന്നു. മാനസിക രോഗങ്ങളുടെ കൂട്ടത്തിലെ തറവാടിയാണ് ബൈപോളാർ ഡിസോർഡർ. വലിയ വലിയ ജീനിയസുകളെ ബാധിക്കുന്ന രോഗം. ലോകപ്രസിദ്ധ ചിത്രകാരൻ വിൻസെന്റ് വാൻ ഗോഗ്, ലോകം വിറപ്പിച്ച ഹിറ്റ്ലറുടെ പേടി സ്വപ്നം വിൻസെന്റ് ചർച്ചിൽ, പ്രമുഖ ഹോളിവുഡ് താരം മെൽ ഗിബ്സൺ, പട്ടിക നീളുകയാണ്. എന്നാൽ ബൈപോളാർ ഡിസോർഡറും ജീനിയസുകളുടെ ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇനിയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. മനസ്സും സർഗാത്മകതയും തമ്മിലുള്ള കള്ളനും പോലീസും കളിയായിരിക്കാം അതെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. ഇനി എന്താണ് ബൈപോളാർ ഡിസോർഡർ? ചേലിലുണ്ട് കോലം എന്ന് പറയും പോലെ പേരിൽ തന്നെയുണ്ട് രോഗത്തിന്റെ DNA. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്കുള്ള മനസ്സിന്റെ ചാഞ്ചാട്ടം. ഒന്നുകൂടി വ്യക്തമാക്കാം. ഫസ്റ്റ് ഗിയറിൽ കയറ്റം കയറുന്ന കാർ പെട്ടെന്ന് റിവേഴ്സിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കാം അല്ലേ? ഒരർത്ഥത്തിൽ അത് തന്നെയാണ് ബൈപോളാർ ഡിസോർഡർ. ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ, ഊർജം, പ്രവർത്തന നിലകൾ, ഏകാഗ്രത എന്നിവയിൽ അസാധാരണമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന അവസ്ഥ. ന്യൂജൻ ഭാഷയിൽ മൂഡ് സ്വിംഗ് എന്നും പറയാം. അതായത് ഊഞ്ഞാലാടുന്ന മാനസികാവസ്ഥ. ഒന്നുകിൽ ഉഗ്രൻ ഉന്മാദം, അപ്പോൾ ഭയങ്കര കളിയും ചിരിയും സന്തോഷവും. മറ്റു ചിലപ്പോൾ ഭയങ്കര ഡിപ്രഷൻ, അപ്പോൾ കരച്ചിലും പിഴിച്ചിലും ദുഃഖവും. ഇത് രാപ്പകൽ പോലെ മാറിയും മറിഞ്ഞുമിരിക്കും. ജീവിതത്തിൽ ഒരു വ്യക്തി നേരിടുന്ന ഏറ്റവും ദാരുണവും സങ്കടകരവുമായ ഒരു മാനസികാവസ്ഥയാണ് ബൈപോളാർ ഡിസോർഡർ. മാറി മറിയുന്ന മനസ്സിന്റെ പിഴച്ച താളങ്ങൾക്കനുസരിച്ച് ചുവടുവെക്കേണ്ട ആ അവസ്ഥ എത്രമേൽ ദയനീയമാണ്. തലച്ചോറിലെ താളം തെറ്റുന്ന കെമിസ്ട്രിയാണ് ഇതിന് കാരണം. അതിന്റെ വേരുകൾ നീളുന്നതോ പാരമ്പര്യത്തിലേക്കും. ഇത് പരിപൂർണമായി ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖമല്ല. ജീവിതശൈലി രോഗങ്ങളെ പോലെ എന്നും ഉണ്ടാവും നമ്മുടെ കൂടെ. കൗൺസിലിങ്ങിലൂടെ, തെറാപ്പികളിലൂടെ, അത്യാവശ്യം മെഡിസിനുകളിലൂടെ നിയന്ത്രിച്ചു നിർത്താം എന്ന് മാത്രം. മനുഷ്യജന്മത്തിന് മാത്രം കിട്ടുന്ന അപൂർവ അനുഗ്രഹമാണ് ക്രിയേറ്റിവിറ്റി. അതിനുള്ള കൂലി കാലം ചോദിച്ചു വാങ്ങുന്നതാണോ ബൈപോളാർ ഡിസോർഡർ?